ജഡ്ജിയുടെ മുമ്പ് ഇപ്പം നടന്നതല്ലേ, ജഡ്ജി പിന്നെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞതല്ലേ ഈ കാലക്കേട് വന്നത്. കുട്ടികളെ അമ്മയ്ക്കൊപ്പം വിടാൻ കോടതി വിധി ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ദാരുണ സംഭവം എന്നാണ് അനുമാനം. ജഡ്ജിയുടെ മുമ്പ് ഇപ്പം നടന്നതല്ലേ, ജഡ്ജി പിന്നെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞതല്ലേ ഈ കാലക്കേട് വന്നത്. നിങ്ങൾ കുട്ടി പോയിക്കോന്ന്, കുട്ടി അമ്മേനെ അവിടെ വിടണമെന്ന് കോടതി വിധിച്ചു. അപ്പോഴാണ് കുട്ടി അവിടെ വീണ് കരഞ്ഞ് നിലവിളിച്ചതായത്. എന്ത് പറയുന്നു, നമ്മൾ ദൃക്സാക്ഷിയല്ല. അപ്പോൾ ആ രോഷാകുലനായിട്ടാണ് വരുന്നത്. വീട് വരുമ്പം വണ്ടിയിൽ കുട്ടിയില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടിയിട്ട്, വീണ്ടും കൊല്ലാൻ കൊണ്ടുപോയി. അപ്പോൾ ഇവൻ ഇടയ്ക്കിടെ ഇങ്ങനെ പറയും, ഇനി ഇങ്ങനെ ജീവിച്ചിരുന്ന കൊണ്ട് എൻ്റെ കുട്ടികളെ ഞാൻ കഷ്ടപ്പെടാൻ വിടില്ല, മറ്റൊരാളെ ഇതിൽ ഞാൻ ജീവിക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്, ഞാൻ അങ്ങനെ നോക്കിയ കുട്ടികളാണ്. ഞാനും പോവും, കുട്ടികളും പോകുന്നു. ഇപ്പം പലതവണ ഇങ്ങനെ ഒരുവിടലുണ്ട് ഈ പ്രശ്നം രൂക്ഷമാകുന്ന സമയത്ത്. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് കടന്നു വരുന്നു ഇവരുടെ കുടുംബ പ്രശ്നം. ഇന്നല്ലേ മനസ്സിലാവുള്ളൂ. പരിഹരിക്കാൻ പറ്റുന്നതിൽ നിന്ന് അപ്പുറം കടക്കുന്നു പറയുമ്പം ഈ നെഞ്ചത്ത് കിടത്തി ഉറക്കിയ ഈ അച്ഛനെതിരായിട്ടാണ് പോസ്കോ പിന്നെ ഇത് കേസ് കൊടുക്കുന്നത്. അതായത് വേറൊരു വഴിയിലും ഇവരെ തളർത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി മറ്റുള്ള പ്രേരണ കൊണ്ടോ എങ്ങനെയാണെന്ന് ആ കേസ് കൊടുത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താന്ന് ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താന്ന്, വീട്ടിൽ കുട്ടികളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അത് പറയുമല്ലോ, എന്താ ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്താ എടുക്കാത്തതെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കൂലേ. ഉറങ്ങിയാൽ മതിയാ 2 കുട്ടികളുണ്ടാകുമ്പോൾ? അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്നതല്ലാതെ മറ്റൊരു പീഡനം ഇതിനൊന്നും പറയാൻ കഴിയില്ല. ഒരു കുടുംബം എന്ന് പറയുമ്പം പിന്നെ അച്ഛനും അമ്മക്കും ഉത്തരവാദിത്തങ്ങളില്ലേ, അച്ഛന് മാത്രമാണോ ഉത്തരവാദിത്വം? അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ കുട്ടി വിചാരിച്ചാൽ ഇയാളെ കൂടെ നിന്ന് വർക്ക് ചെയ്യാതെ തന്നെ ആ കുട്ടിക്ക് എടയൊത്താ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ഇവനെ എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവൻ പറയലുമില്ല, ഇവനെ ആവും ചെയ്യലുമില്ല. അതിലൊക്കെയാണ് കുട്ടികളിവിടെ സന്തോഷത്തോടെ കഴിയായിരുന്നു. ഇവിടെ നിലവിളിക്കല്ലേ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന്. വയസ്സായി ഇപ്പം അച്ഛൻ്റെ വീട്ടിൽ ഇവിടെയായിരുന്നു കുട്ടികൾ താമസിച്ചിരുന്നത്. ഇടയ്ക്ക് അവർ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബ കോടതിയിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാൻ ഉത്തരവായി. സ്വാഭാവികമായിട്ടും കുട്ടികൾ മൈനർ ആയതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകത്തോണ്ട് അമ്മയാണ് കസ്റ്റോഡിയൻ എന്നതുകൊണ്ട് അമ്മയ്ക്ക് വിട്ടുകൊടുത്തിരുന്നു. പക്ഷേ കുട്ടികൾ അവിടെ നിന്നില്ല. കുട്ടികൾ അവിടെ കരച്ചിലും ബഹളമൊക്കെ ഈ വീട്ടിലേക്ക് വരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം അവർ വീണ്ടും പരാതി നൽകി. അമ്മ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കുട്ടികളെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. രാമന്തളി കൊയ്ത്തട്ട് താഴത്തെ വീട്ടിൽ ഉഷ, മകൻ കലാധരന്റെ മക്കളായ ഹിമ, കണ്ണൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മക്കൾക്ക് വിഷം നൽകി കലാധരനും അമ്മ ഉഷയും ജീവനൊടുക്കിയതാണ് നിഗമനം. കലാധരനും ഭാര്യ നയൻതാരയും തമ്മിലുള്ള കുടുംബ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ദുഃഖകരമായ വാർത്തയായിപ്പോയി. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒന്നും അറിയാത്തവർ, അവരുടെ ജീവൻ കൂടിയാണ് നഷ്ടപ്പെട്ടത്.